ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM-കാരായ പ്രതികളുടെ ശിക്ഷ ഇരട്ടിയാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി സമൂഹ മനസാക്ഷിയെ വലിയ ഒരളവ് തൃപ്തിപ്പെടുത്തുന്നതാണ്. കേവലം രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ പൈശാചികമായ ഒരു കൊലപാതകം നടത്തിയിട്ട് പണം വാരിയെറിഞ്ഞും നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചും രക്ഷപ്പെടാമെന്ന പ്രതികളുടെ മോഹമാണ് പൊലിഞ്ഞിരിക്കുന്നത്. വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ആവശ്യം തള്ളിയാണ് കോടതി കനത്ത ശിക്ഷ വിധിച്ചത്. കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെയും 7ാം പ്രതിയുടെ ശിക്ഷയുമാണ് ഇരട്ട ജീവപര്യന്തമാക്കിയത്. വിചാരണ കോടതി വിട്ടയച്ച 2 പ്രതികൾക്കും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയ 6 പേർക്കും ഏറ്റവും ഒടുവിൽ കുറ്റക്കാരായി കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്ന 2 പ്രതികൾക്കും 2034 മുൻപ് ശിക്ഷയിൽ ഇളവ് തേടി കോടതിയെ സമീപിക്കാനാവില്ല എന്ന വ്യവസ്ഥ കനത്ത തിരിച്ചടിയാണ്. വിചാരണ കോടതി വിധിച്ച ശിക്ഷ അനുഭവിക്കുന്നതിനിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച പ്രതികൾ പലപ്പോഴും ജയിലിന് പുറത്തായിരുന്നു. ജയിലിനകത്തും ഇവർ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു. തങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന അമ്മയും ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുമുള്ള പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത വിധം ഒരാളെ കൊല ചെയ്തവർ ഇത്തരം പരിഗണനകളൊന്നും അർഹിക്കുന്നില്ല എന്ന് കോടതി തീരുമാനിക്കുകയായിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരായ ശക്തമായ താക്കീതാണ് ടി.പി. വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഇരട്ടിയാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ലെന്ന വിധിന്യായത്തിൽ ഡിവിഷൻ ബെഞ്ച് എടുത്തു പറയുന്നുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് പ്രതിഭാഗം വാദിച്ചുവെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ട് നടത്തിയതല്ല കൊലപാതകമെന്നും 3 വർഷത്തോളം നീണ്ട ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നും ചന്ദ്രശേഖരൻ്റെ തലച്ചോർ തെങ്ങിൻ പൂക്കുല പോലെ ചിതറിക്കുമെന്ന് പ്രതികൾ പ്രസംഗിച്ചിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ കോടതി കണക്കിലെടുത്തു. ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഹീനമായ കുറ്റകൃത്യമായി കോടതി വിലയിരുത്തി. ജനാധിപത്യ തത്വങ്ങളാൽ ഭരിക്കപ്പെടാൻ തിരഞ്ഞെടുത്ത ഒരു സമൂഹത്തിനും ജനങ്ങൾക്കുമെതിരായ കുറ്റകൃത്യമായി രാഷ്ട്രീയ കൊലപാതകങ്ങളെ കാണണമെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അതിനാൽ ജീവപര്യന്തത്തിൻ്റെ കഠിനമായ വ്യവസ്ഥകൾ പ്രതികളുടെ കടുത്ത ശിക്ഷയ്ക്കും ഇരകളുടെ അവകാശത്തിനും ആവശ്യമാണെന്ന് വിധിന്യായത്തിൽ പറയുന്നു. ജീവപര്യന്തം തടവിൻ്റെ കർശനവും സ്ഥിരവുമായ ശിക്ഷ സമൂഹത്തിന് ആത്മവിശ്വാസം പകരുമെന്നും കോടതി വ്യക്തമാക്കിയതിൽ പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ലളിതമാക്കുന്നതോ പ്രതികളോട് അനാവശ്യമായ ദയ കാണിക്കുന്നതോ അനുവദിക്കാനാവില്ല. വധശിക്ഷ വിധിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നത് ന്യായവും ഉചിതവുമാണെന്ന് കോടതി വിലയിരുത്തുന്നു. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ശക്തമായ വിധിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ടി.പി. ചന്ദ്രശേഖരനെ അരിങ്കൊല ചെയ്ത CPM-ൻ്റെ മുഖംമൂടി വലിച്ചു കീറുന്നതാണ് ഈ ഹൈക്കോടതി വിധി. CPM-ൻ്റെ ആവശ്യപ്രകാരം നേതൃത്വത്തിൻ്റെ അറിവോടെ ഗൂഢാലോചന നടത്തി വളരെ കാലത്തെ ആസൂത്രണത്തിന് ശേഷമാണ് കൊല നടത്തിയത്. പ്രതികൾ CPM നേതാക്കളും അനുഭാവികളുമാണ്. 2 ജില്ലകളിൽ നിന്നുള്ളവരാണ്. പ്രാദേശികമായ തർക്കമോ പ്രതികാരമോ അല്ല കൊലപാതകത്തിന് കാരണമെന്ന് ഇത് തെളിയിക്കുന്നു. പ്രതികളെ കൊണ്ട് കൊല നടത്തിക്കുക മാത്രമല്ല ജയിലിനകത്തും പുറത്തും അവരെ സംരക്ഷിക്കുകയും ചെയ്തത് CPM ആണ്. കേസ് നടത്തിയതും ഇതിനായി പ്രത്യേകം പാർട്ടി നേതാക്കളെ നിയോഗിച്ചതും CPM ആണ്. എന്നിട്ട് കൊലപാതകവുമായി ബന്ധമില്ലെന്ന് വാദിക്കുകയാണ് CPM ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നാണ് ഹൈക്കോടതി വിധി എന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ ചെയ്തത്. പ്രതികൾക്ക് കനത്ത ശിക്ഷ ലഭിച്ചുവെങ്കിലും ടി.പി. വധക്കേസ് യുക്തിസഹമായ പരിസമാപ്തിയിലെത്തിയെന്ന് പറയാനാവില്ല. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് കാരണം കോൺഗ്രസ് ഭരണകാലത്തെ ഒത്തുകളിയാണ്. ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറി രമേശ് ചെന്നിത്തല വന്നതോടെ ചില അട്ടിമറികൾ നടന്നതായാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ കാരണഭൂതനെക്കുറിച്ചും മറ്റും ചെന്നിത്തല വാചകമടിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. കൊന്നവർക്കൊപ്പം കൊല്ലിച്ചവരും ശിക്ഷിക്കപ്പെടുന്നതുവരെ നീതി നടപ്പായെന്ന് കരുതാനാവില്ല.